അച്യുതൻ, കേശവൻ, രാമൻ, നാരായണൻ. സാധനം ഇല്ല കേട്ടോ കൊടുക്കാൻ. ഇങ്ങോട്ട് വരണ്ട, സാധനം ഇല്ല. ഇതല്ലല്ലോ നേരം. ഇത് ആരത്? ആരായാലും എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാം. എടാ എക്സൈസ്. എക്സസൈസ് അല്ല, എക്സൈസുകാർ ഓടിക്കോളാം. ദൈവമേ, ഈ വീടിന്റെ പരുവം കേട്ടാ. എന്റെ അച്ഛനമ്മ കഷ്ടപ്പെട്ട് എനിക്ക് ഉണ്ടാക്കി തന്ന ഈ ഭാർഗവി നിലവെന്ന് പറയുന്ന ഈ വീട്. നിങ്ങളോട് ഞാൻ 100,000 വട്ടം പറഞ്ഞാണ് ഇത് എവിടെയെങ്കിലും വൃത്തിയാക്കി ആരെങ്കിലും വിളിപ്പിച്ച് ചെയ്തിട്ട് ഒരു ബംഗാളിക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കാനായിട്ട്. അതെങ്ങനെ നിങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വിലയില്ല, കൂലിയില്ല, പണിയില്ലാതെ തെണ്ടി തിരിഞ്ഞിങ്ങനെ നടക്കുമല്ലേ. ആൾക്കാരൊക്കെ കേൾക്കാൻ നിന്നെ തെണ്ടിനൊന്നും വിളിക്കരുത്. കാശില്ല അല്ലടി പാർക്കും. ഇതും തുടങ്ങി അവിടെ. പൈസ കൊടുറാ ചുമ്മാ നാണം കേസാക്കാതെ. ഈ വീട് ഇങ്ങനെ മെനകേടാക്കുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നിങ്ങളോട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊരു പരാതി കൊടുക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. എന്റെ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി എടുത്തിട്ട് ഒരു കാര്യമില്ല. വാങ്ങാത്തൊലി എറിയാതെ ഇതിപ്പോ എന്നാ ചെയ്യണ്ട? ഈ പരുവം കണ്ടിട്ട് എനിക്ക് സഹിക്കണില്ല കേട്ടോ മനുഷ്യ. ഒരു ഐഡിയ ഉണ്ട്. എന്നാ? ഈ എത്ര കുടിയന്മാരാണെങ്കിലും ഈ യക്ഷി എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര പേടിയായിരിക്കും. എന്നാ പിന്നെ ഒരു രക്ഷീനെ വിളിച്ചോണ്ട് വേഗം വാ. പിന്നെ ഞാൻ വിളിക്കുമ്പോ ഒരായിട്ട് എന്റെ ക്ലാസ്സിൽ പിടിച്ചല്ലേ രക്ഷി. ഒന്ന് പോടുന്നു. എന്റെ മണിച്ച, ഞാൻ പറഞ്ഞ വല്ല നാടകക്കാര് വല്ല പെണ്ണുങ്ങളെ രക്ഷിയുടെ വേഷം കെട്ടിച്ചോണ്ട് വരാനാ. അതട്ട് എന്റെ കൂടെ ഒക്കെ പൊണ്ടാഭിനയിച്ച് ഒരുപാട് നല്ല കിട്ടുന്ന നാടകക്കാരുണ്ട്. പക്ഷെ വേറെ കാര്യം പേയ്മെന്റ് സെറ്റ് ചെയ്യണം. അല്ലാണ്ട് ഒരു 10,000-15,000 കൊടുക്കാൻ മണിച്ച വിളിക്ക്. 10,000. അങ്ങനെയാണ് ആളുണ്ട്. അങ്ങനെ എന്റെ ഭാർഗം ഒന്നും കൊണ്ടും പേടിക്കണ്ട. നാളെ രാവിലെ നേരം വെളുക്കുമ്പം നമ്മുടെ ഈ വീട് ക്ലീൻ ആയിരിക്കും. പക്ഷെ 10,000 രൂപ പറ്റിക്കല്ലേ? എനിക്ക് 10,000 രൂപ മുടക്കിയാലും വേണ്ടില്ല. ഇത് നന്നാക്കി കിട്ടി എനിക്ക് വാടകയ്ക്ക് കൊടുക്കുമ്പോ ഞാൻ അത് മുതലാക്കിക്കോളാം. ഓക്കെ, നാളെ അങ്ങനെ അതിപ്പോ വിളിച്ച് സെറ്റിൽ ചെയ്തിട്ട് തന്നെ കാര്യം. അത് നോക്കോ, അത് ഞാൻ ഏറ്റി. ഞാൻ കൊച്ചച്ഛന്റെ വീട് വരെ പോവാ. നീ കൊച്ചച്ഛന്റെ വീട് വരെ പോക്കോ. ഞാൻ ആ നാടകക്കാരെ ഇവരെയൊക്കെ ഒന്ന് ഏർപ്പാട് ചെയ്ത് കലക്കാം കേട്ടാ. അതെ, ഇത് ശരിക്കും ഇത് എന്താ ഈ സാധനം? ഈ സാധന ഒരു ക്ലൂ തരാം. നിന്ന് കത്തും, ചീറ്റി കത്തും. തീപ്പെട്ടിയാ? എടാ, ഈ ബാറ്ററി ഇട്ടാൽ തെളിഞ്ഞ് കത്തി നിൽക്കുന്ന സാധനം. ടോർച്ചല്ല, ടോർച്ചിന്റെ ഉള്ളിലുള്ള ബാറ്ററിയില്ലേ, ബാറ്ററി തല്ലിപ്പൊട്ടിച്ച് അതിന്റെ അകത്ത് കറുത്ത പൊടിയിട്ട് ഉണ്ടാക്കി നല്ല കത്തി നിൽക്കുന്ന സാധനമാണ് ഞാൻ പറഞ്ഞത്. എടാ, അതിട്ടാ ഞാൻ രാവിലെ പല്ല് കേൾക്കണേ. നിന്റെ പല്ല് കഴിക്കോ, കണ്ണ് കഴിക്കോ, നിന്റെ കൈ കഴിവോ, വായ കഴിവോ, നിനക്ക് വാച്ചില്ല. വാച്ചാർന്നോ? നല്ല സ്വയംഭ സാധനം. ഒന്നടിച്ചാ മതി, പിന്നെ എഴുന്നേക്കത്തില്ല. അതുപോലത്തെ സാധനം. അതായത് മുള്ള, മുരിക്ക്, മൂർക്കം പാമ്പ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റം പിടിച്ചാണ്. മൂർക്കം പാമ്പോ? എടാ, ഈ മൂർക്കം പാമ്പിന്റെ അയ്യോ എന്തൊരു സാധനം ഇത്? കണ്ടോ, ഫയർഫോഴ്സുകാരുടെ വായിന്ന് പോണോ? ഈ മൂർക്കം പാമ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഒരു കാര്യം പറയാൻ പറഞ്ഞു. അല്ല, ഞാൻ ഈ കഴിഞ്ഞ ദിവസം നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഞാൻ ഇവിടെ ഇരുന്ന് ഒരു 1/2 ലിറ്റർ മേടിച്ച് ഇവിടെ നിന്ന് അടിക്കുക. അടിക്കുമ്പോ എന്റെ പുറകിൽ നിന്ന് എന്നൊരു ശബ്ദം. എന്നായിരുന്നു ടച്ചപ്പ്? ലേസായതുകൊണ്ടാ. കപ്പ ബിരിയാണി എങ്ങനെ ഇറങ്ങി നല്ല ഒച്ചയവകളൊക്കെ ഉണ്ടായേനെ. ഞാനത് വിട്ടു. വിട്ട കേസാ ഇവിടെ നടന്നോണ്ടിരിക്കണത്. അല്ലേ, ഒഴിച്ചടി കരിയോ. അയ്യോ, വലിയ സാധനം, അന്യായ സാധനം. വിജാന്ന് കീച്ചി ഇവിടെങ്ങാനും കിടന്നു ഉറങ്ങാം. ചിരിക്കല്ലേ? ചിരിച്ചു കഴിഞ്ഞാൽ ചിരി നിർത്താൻ പറ്റില്ല. വാറ്റടിച്ച പിന്നെ ചിരിച്ചാ ചിരി നിർത്താൻ പറ്റില്ല. ഞാൻ ചിരിച്ചല്ലേ? നീയല്ലേ ചിരിച്ചേ? ഞാനല്ലെന്ന്. ഒരു കാര്യം ചെയ്യാം, ഞാനേ പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ വിട്ടാ ശരിയാവൂല്ലോ.
അവന്റെ കാര്യം ഓക്കെ. ഇന്ന് ഭാർഗുന്റെ ഇന്ന് 10,000 രൂപ കിട്ടും. വേറൊന്നും അറിയണ്ടായിരുന്നില്ല. അവനോട് പോയി അവനെ കൂടെ വക വരുത്തി കഴിഞ്ഞാൽ 10,000 രൂപ കിട്ടും. ആഹാ, ഇവിടെ എവിടെ കാണുണ്ടോ? എടാ അതല്ല, എടാ ആണുങ്ങളായ ചങ്കുറ്റം വേണം. ചങ്കുറ്റം എന്ന് പറഞ്ഞാൽ എത്ര വാറ്റടിച്ചാലും എത്ര അട്ടേനെ പാമ്പിനായിട്ട് ഉണ്ടാക്കിയാലും നിവർന്ന് നല്ല ഇതായിട്ട് നിൽക്കണം. മനസ്സിലായോ? അവൻ അടിച്ചോണ്ട് വന്നിക്കണം. ചുമ്മാ അടിക്കണ ഞാൻ നിന്നടിക്കൂടാ. നേരം വെളുക്കുന്നവരെ ഞാൻ അടിക്കും. മനസ്സിലായോ? മറ്റേ ഇവനാള് പൊളിയാണല്ലോ. ഇവൻ കേൾക്കണല്ലോ. ഇവനുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അതെ സുഹൃത്തെ, അതുകൊള്ളല്ലേ എന്നെ കണ്ട് പേടിച്ച് രണ്ടും കൂടെ ചത്തുപോയാ. അയ്യോ, ചത്തുപോയി കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിത്തം പറഞ്ഞോളൂ. ഇനി അകത്തു പോയില്ല. അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ സൂക്ഷിക്കാൻ പറ്റും? ഇവര് ഞാൻ യക്ഷിയല്ലെന്ന് അറിഞ്ഞാലും എനിക്ക് തിരിക്കും. ഇവര് ഒഴിഞ്ഞു പോ, ഒഴിഞ്ഞു പോ, നിങ്ങൾ ഒഴിഞ്ഞു പോണം. ഇവിടുന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോണം. ഞങ്ങൾ ഒഴിഞ്ഞു പോയാൽ ഞങ്ങൾ ബാധയൊന്നുമല്ല. ഞങ്ങൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കണമല്ല. ഇവിടുന്ന് ഒഴിഞ്ഞു പോണം. അതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എനിക്ക് 10,000 ഭ്രാന്തി എടുത്ത് പാമ്പാ. ഞങ്ങള് വേറെ സ്ഥലത്ത് ഇവിടെ എവിടെയോ കണ്ടിട്ടുണ്ട്. എനിക്ക് എവിടെയോ ഒരു ഓർമ്മ ഉണ്ട്. അത് ചോരയല്ലേ കുടിക്കും. അത് കഴിയ 2 വാറ്റ് കൊടുത്തിട്ട് ഇതങ്ങ് മറിയും. അന്നേരം അറിയാലോ യക്ഷിയാണോ യക്ഷനാണോ എന്ന്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം. ഓ അല്ല, മനസ്സിലായില്ല. ആരാ? ഞാൻ ഈ വീടിന്റെ ഓണറാ, മണിച്ചൻ. അത് ശരി, സംഭവം മനസ്സിലായില്ലേ എനിക്ക്? ഇല്ല. എടാ, നമ്മൾ ഇവിടുന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി പുള്ളി വന്നേക്കണതാ, യക്ഷി കാണിച്ച് പേടിപ്പിക്കാൻ വേണ്ടി. ഈ വിഹോ ഒന്നും ഇരിക്കടാ. വിഹോ വിഹു ഊരാൻ പറഞ്ഞപ്പോ എന്നാ വിഹാരാന്ന് നോക്കി. സത്യം പറഞ്ഞ ഞാനുണ്ടല്ലോ ഈ വീടിന്റെ ഓണറാ. ആണോ? അവിടെ അച്ഛൻ അവക്ക് മേടിച്ചു കൊടുത്ത വീടാ. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് എല്ലാരും ഒഴിപ്പിച്ചു കൊടുത്തിട്ട് പോണം. ഞങ്ങൾ പിന്നെ എങ്ങോട്ട് പോകും? നിങ്ങൾ ഒരു കാര്യം ചെയ്യും, അതിപ്പോ നെറ്റിൽ നോക്കിയാൽ മതിയല്ല. അയ്യോ, അത് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഒരെണ്ണം ചില മക്കളെ സാധനങ്ങൾ. ആ സാധനം കത്തും, നിന്ന് കത്തും. ഈ തീരുമ്പോ ഒഴിച്ചാൽ ഞാൻ നിങ്ങളോട് ചോദിക്കണം, നിങ്ങൾ തരാൻ പാടില്ല. നിങ്ങൾ ഇന്നത്തോടെ അടിച്ചോ നാളെ മുതൽ ഇവിടുന്ന് മാറുന്ന നമ്മ ഈ ഭാര്യമാരുടെ മുമ്പിൽ തോറ്റുകൊടുക്കും. എനിക്കിഷ്ടം. അത് ശരി. ഇനി അവളെ ഒറ്റക്ക് അടിക്കില്ലടാ. നമ്മൾ ഇന്നത്തെ നിങ്ങൾ ഇവിടെ താടി നിർത്തുന്നു, ഞങ്ങൾ എടുത്തുന്നു, അടി നിർത്തുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ ഇന്ന് അടിച്ചു. എന്നെ കേസെന്നറിയാം, നമ്മൾ ആരുടെയും കുഞ്ഞിത്തരത്തിനല്ല നിൽക്കുന്നത്. മനസ്സിലായി? നിങ്ങൾ അത് ഇരിക്കൂടെ. അങ്ങനെ ഇതിന്റെ രസം എന്നാന്നറിയാം, എന്നാ ഭാര്യമാരുടെ വായിക്കാൻ എനിക്കില്ല. മനസ്സിലാ? നമ്മുടെ കൂടെ നേഴ്സ് കിടന്നുറങ്ങുന്ന ആരെങ്കിലും പറയൂടാ. പേടിപ്പിച്ച് ഓടിക്കാൻ വന്ന യക്ഷി വരെ വെള്ളം അടിച്ച് കിടക്കും. ഇങ്ങോട്ട് വരാനും ഇവിടെ വായി പൊളിച്ച് കിടന്ന് ഉറങ്ങിയത്. അല്ലെങ്കിൽ പച്ചപ്പാതിരാത്രിക്ക് ഒരു കാര്യം പറഞ്ഞ നേരം വിളിക്കുമ്പോ വാങ്ങി. ഇത് പച്ചപ്പാതിരാത്രി അല്ല മനുഷ്യ, നേരം 10 മണിയാ.
ഇങ്ങോട്ട് തിരിഞ്ഞ്. അയ്യോ അപ്പൊ എനിക്ക് കണ്ണു കാണാൻ പാടില്ല. ആഹാ. അയ്യോ അപ്പൊ ഇവന്മാര് വന്ന് വാറ്റടിച്ച് എന്റെ കണ്ണു പോയാ. അയ്യോ ആഹാ നേരം നേരം വെളുത്തില്ലല്ലോ. വെളുത്തില്ലേ? കിടന്നുറങ്ങാ നീ. Jokers.